നബിദിനാഘോഷം എന്നത് അത് ദീനിലില്ലാത്ത കാര്യമാണ്, അത് ബിദ്അത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആഘോഷിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബുവത്ത് ലഭിച്ചതിന് ശേഷം 23 വർഷക്കാലം അവിടുന്ന് ജീവിക്കുകയുണ്ടായി. അവിടുന്ന് ഒരിക്കൽ പോലും അവിടുന്ന് തന്റെ ജന്മദിനം ആഘോഷിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നബിയുടെ മരണശേഷം അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും ഇസ്ലാമിക ഭരണത്തിലെ ആദ്യത്തെ 4 ഖലീഫമാരാണ് അവർ 30 വർഷത്തോളം അവർ ഇസ്ലാമിന്റെ ഭരണം അവർ നടത്തുകയുണ്ടായി. അവരുടെ കാലഘട്ടത്തിൽ ഒരിക്കലും നബിദിനം ആഘോഷിച്ചതിന് തെളിവ് നമുക്ക് കാണുകയില്ല. റസൂലുള്ളാഹി സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇത് അനുഷ്ഠിച്ചതായി എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സഈദുൻ വസഅദുൻ വബിൻ ഔഫിൻ വതൽഹതു വആമീറു ഫിഹ്റിൻ വസുബൈറുൽ മുമദ്ദഹു റസൂലുള്ളാഹി സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ സ്വഹാബത്താണ്. അവരാരും ഇത് അനുഷ്ഠിച്ചിട്ടില്ല. റസൂൽ മരിച്ചതിന് ശേഷം 100 വർഷം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ സഹാബിയായ അബൂ തുഫൈൽ ആമിർ ബിൻ വാസില റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ 110 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഈ 100 വർഷത്തിനിടയിൽ ഒരൊറ്റ സഹാബത്ത് പോലും ഇത് അനുഷ്ഠിച്ചതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളവരാണ്. അവർ നബിയുടെ മരണശേഷം 47 വർഷമാണ് ഈ ഭൂലോകത്ത് ജീവിച്ചത്. അവർ ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിന് പ്രത്യേകമായി പരിപാടികൾ സംഘടിപ്പിച്ചത്, പ്രത്യേകമായി ദിക്ർ ഹൽഖകൾ അതുപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് സച്ചരിതരായ ആദ്യത്തെ 3 തലമുറയിൽപ്പെട്ട ഒരാളും തന്നെ ഈ ആഘോഷം നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ പ്രമാണമായി, ഒന്നാമത്തെ തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅമ്മ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അഹ്ലുസ് സുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്നത്, അവർ പറയുന്നത് ഫീ കുല്ലി ഖൗലിൻ ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ ലം യസ്ബുത് അനി സ്വഹാബ സ്വഹാബത്തിൽ നിന്ന് നബിയുടെ കൂടെ സഹവസിച്ച, നബിയെ നേരിട്ട് കണ്ട, നബിയിൽ വിശ്വസിച്ച ആ ഈമാനോടുകൂടി മരണപ്പെട്ട സ്വഹാബത്ത് അവരിൽ നിന്ന് സ്ഥിരപ്പെടാത്ത വാക്കുകൾ, അവരിൽ നിന്ന് സ്ഥിരപ്പെടാത്ത പ്രവർത്തനങ്ങൾ, അവർ അതിനെക്കുറിച്ച് അഹ്ലുസ് സുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത് എന്താണ്? ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു എന്നതാണ്. ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി, അതെങ്ങാനും നന്മയായിരുന്നുവെങ്കിൽ സ്വഹാബത്ത് അതിലേക്ക് മുന്നിടുമായിരുന്നു. നന്മയുടെ ഒരു മാർഗ്ഗവും സ്വഹാബത്ത് ഉപേക്ഷിച്ചിട്ടില്ല. നന്മയാണെങ്കിൽ ആ നന്മയുടെ എല്ലാ വഴികളും സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് അറിയിച്ചു നൽകിയിട്ടുണ്ട്. സഹാബത്ത് പറഞ്ഞതായി കാണാം, ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയെക്കുറിച്ചുള്ള വിജ്ഞാനം പോലും റസൂൽ ഞങ്ങൾക്ക് പകർന്നു നൽകിയിരുന്നു. ആ പക്ഷിയുടെ മാംസം കഴിക്കാൻ പറ്റുമോ, ആ പക്ഷിയുടെ കാഷ്ടം അത് ത്വാഹിറാണോ എന്ന് പോലുമുള്ള വിധികൾ, അത്രയും നിസ്സാരമായ കാര്യങ്ങൾ പോലും റസൂൽ ഞങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ നന്മകളും റസൂൽ അറിയിക്കാതെ പോയിട്ടില്ല. ആ റസൂലിന്റെ ഹദീസുകളിൽ എവിടെയും നബിദിനാഘോഷത്തെക്കുറിച്ച് അവിടുന്ന് പരാമർശമില്ല. സഹാബത്ത് റസൂലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടുന്ന് അറിയിച്ചു നൽകിയിട്ടുണ്ട്. റസൂലിന്റെ ഓരോ ചലനവും നിശ്ചലനവും സഹാബത്ത് നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ഫതബസ്സമ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുഞ്ചിരിക്കാറുണ്ട്. ഫളഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അവിടുന്ന് ചിരിക്കാറുണ്ട്. ഫസക്കത ഹുനൈഹതൻ റസൂലുള്ളാഹി അവിടുന്ന് അല്പനേരം മൗനം പാലിക്കുകയുണ്ടായി. ഫബക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അവിടുന്ന് കരയുകയുണ്ടായി. ഫഹസിന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി അവിടുന്ന് ദുഃഖിക്കുകയുണ്ടായി, വിഷമിക്കുകയുണ്ടായി എന്നിങ്ങനെ തുടങ്ങി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ റസൂലിന്റെ കളിയാകട്ടെ, ചിരിയാകട്ടെ, സങ്കടമാകട്ടെ, മൗനമാകട്ടെ, സംസാരമാകട്ടെ എല്ലാം കൃത്യമായി സ്വഹാബത്ത് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. അതിലെവിടെയും റസൂലിന്റെ മൗലിനെ കുറിച്ച് പരാമർശമില്ല. കാരണം എന്താണ്? അത് അവർക്ക് പരിചയമില്ലാത്തതാണ്, അത് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ്. പിന്നീട് എവിടെ നിന്നാണ് ഈ മൗലിദ് കടന്നു വന്നത്? ആദ്യത്തെ സച്ചരിതരായ 3 തലമുറകൾക്ക് ഇത് പരിചയമില്ല. പിന്നീട് എവിടെ നിന്ന് ഇത് കടന്നു വന്നു? ആരാണ് ഈ ബിദ്അത്തിന് അസ്തിവാരമിട്ടത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ചരിത്രത്തിന്റെ താളുകൾ അത് മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാം. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ റാഫിദികളായ ഉബൈദികളാണ് ഇതിന് തുടക്കമിട്ടവർ. ആരാണ് റാഫിദികൾ? ആരാണ് ഉബൈദികൾ? അവർ തനിച്ച ശിയാക്കളാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരം ആരോപിക്കുന്നവർ, അബൂബക്കറും ഉമറും കാഫിറാണെന്ന് പറയുന്നവർ, സഹാബത്തിനെ ചീത്ത പറയൽ, സഹാബത്തിനെ അധിക്ഷേപിക്കൽ അതൊരു ഇബാദത്തായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരാണ് ഈ നബിദിനാഘോഷത്തിന് തുടക്കമിട്ടതെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ 3 തലമുറകൾക്ക് ഇത് പരിചയമില്ല. 1-ാം നൂറ്റാണ്ടുകാർക്കും 2-ാം നൂറ്റാണ്ടുകാർക്കും 3-ാം നൂറ്റാണ്ടുകാർക്കും ഈ നന്മ അറിയാതെ പോയി എന്നാണോ ഇതാഘോഷിക്കുന്നവർ പറയുന്നത്? 4 മദ്ഹബിന്റെ ഇമാമുകൾ അവർക്ക് ഈ നന്മകൾ അറിയാതെ പോയി എന്നാണോ ഈ മൗലിദ് ആഘോഷിക്കുന്ന ആളുകൾ അവർ പറയാതെ പറയുന്നത്? അതുകൊണ്ട് മൗലിദ് ആഘോഷത്തെ അനുകൂലിക്കുന്നവർ, അതിൽ നടത്തുന്ന ആളുകൾ തന്നെ അവർ തന്നെ എഴുതി വെച്ചതാണ് മൗലൂദ് കഴിക്കൽ മുൻപ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്.